CPIM പ്രവർത്തകൻ ഒനിയൻ പ്രേമൻ വധക്കേസിൽ BJP RSS പ്രവർത്തകരായ 9 പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ്. നിഖിൽ A ആണ് വിവരങ്ങളുമായി ചേരുന്നത്. CPIM പ്രവർത്തകൻ ഒനിയൻ പ്രേമൻ വധക്കേസിലാണ് ഇപ്പോൾ BJPയുടെയും RSS പ്രവർത്തകരുടെയും ആയിട്ടുള്ള പ്രതികളെ 9 പേരെ വെറുതെ വിട്ടു എന്നുള്ള ഉത്തരവ് വരുന്നത്. നിഖിൽ A ആണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, എന്താണ് ഇവരെ വിടാനുള്ള കാരണം? കോടതി എന്താണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? 15 ഫെബ്രുവരി 25-നായിരുന്നു CPIM പ്രവർത്തകനായ ഒനിയൻ പ്രേമൻ ചിറ്റാരിപ്പറമ്പ് ടൗണിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നത്. BJP RSS പ്രവർത്തകനായ 10ഓളം വരുന്ന സംഘം കാലുകൾക്ക് വെട്ടി പരിക്കേൽപ്പിച്ചുവെന്നും പിന്നീട് ചികിത്സയിലിരിക്കെ പ്രേമൻ മരിച്ചു എന്നതുമാണ് കേസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കേസിൽ ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണം, ഈ പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ ആരും തന്നെ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സംഭവം നടന്ന് 14 മണിക്കൂറിന് ശേഷം ഒരു CPIM പ്രവർത്തകനാണ് ഈ സംഭവത്തിൽ പരാതിപ്പെടുന്നത്. ആ പരാതിക്ക് പിന്നാലെ CPIM ഓഫീസിൽ നിന്ന് നൽകിയ ലിസ്റ്റ് അനുസരിച്ചാണ് ഇവരെ പ്രതിപട്ടികയിൽപ്പെടുത്തിയത് എന്നതായിരുന്നു പ്രധാനമായും പ്രതിഭാഗം വാദിച്ചിരുന്നത്. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 9 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത്. കേസിൽ ആകെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2ാം പ്രതിയായ ശ്യാമപ്രസാദ് 2018-ൽ കൊല്ലപ്പെട്ടിരുന്നു. അന്നത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു ആ കേസിലെ പ്രതികൾ. ഏതായാലും ഇപ്പോൾ സജേഷ്, ശ്യാമപ്രസാദ്, പ്രജീഷ്, ഇഞ്ചിക്കണ്ടി നിശാന്ത്, P ലിജിൻ, മണപ്പാടി വിനീഷ്, C രജീഷ്, നിഖിൽ, രഞ്ജയ് രമേശ്, രഞ്ജിത്ത് CV എന്നിവരായിരുന്നു ഈ കേസിലെ പ്രതികൾ. ഇതിൽ ശ്യാമപ്രസാദ് നേരത്തെ കൊല്ലപ്പെട്ടു. മറ്റ് 9 പേരെയാണ് ഇപ്പോൾ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ശരി നിഖിൽ.